യുവരാജ്, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണ സംവിധാനത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു പരാമർശമല്ല നടത്തിയിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഒന്ന് ഈ എനിക്കിത് മനസ്സിലാകുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലാകുന്നില്ല. ഈ രാവിലെ മുതൽ മെസ്സേജ് പോയി, രാവിലെ മുതൽ റൂമേഴ്സ് സ്പ്രെഡായി, വൈകുന്നേരം പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ ഒരു മിഷനറി ഇല്ലേ, അവിടെ ഒരു സംവിധാനം ഇല്ലേ? ഇവർക്കിത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 5000 പോലീസുകാർ അവിടെ വന്നു എന്നുള്ളത് ഒരു ചെറിയ നമ്പറായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അവിടുത്തെ പോലീസ് മിഷണറിയുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറെടുപ്പിനെ ഞാൻ കുറച്ചും കാണുന്നില്ല. തീർച്ചയായിട്ടും അവർ അത്രയും പേര് അത്രയും ചെറിയ സമയത്തിനുള്ളിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർണാടക പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന 3:30 മണിക്ക് ശേഷമല്ലല്ലോ 5000 പോലീസുകാർ അവിടെ എത്തുന്നത്. 5000 പോലീസ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തലേ ദിവസം മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ അവരും കൃത്യമായിട്ട് ഇത്രയും വലിയ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ പുറത്ത് തന്നെ ആയിരിക്കണമല്ലോ 5000 പോലീസുകാർ അവിടെ എത്തുന്നത്. അല്ലാണ്ട് 3:30 മണിക്ക് ഇതേ പെട്ടെന്ന് അവിടെ ആൾ കൂടി, അതുകൊണ്ട് നമുക്കത് 5000 പേര് അവിടെ നിന്ന് വിടണം, അങ്ങനെയൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇത്രയും വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇനി അവിടെ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ അവിടെ നിയന്ത്രണത്തിലല്ല, എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്? ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അങ്ങ് നേരത്തെ ചോദിച്ചൊരു ചോദ്യം വളരെ റിലവൻ്റ് ആണ്. അത് DK ശിവകുമാറിനുള്ള ഒരു ഒളിയമ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു ദുരന്ത സമയത്ത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് അധികം പോകുന്നതൊന്നും ശരിയല്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ നടക്കുന്ന സമയത്ത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ അത്തരം വലിയൊരു ആഘോഷങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കർണാടക സർക്കാരിന് പരിപൂർണമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇനി RCB അവിടെ ആഘോഷം നടത്തി, ശരിയാണ്, RCB ആണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടക ക്രിക്കറ്റ് അക്കാഡമി പോലും അല്ല നേരിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, ഈ RCB എന്ന് പറയുന്ന ഒരു ടീം നാഴികയ്ക്ക് 40 തൊട്ട് അദാനിക്കും അംബാനിക്കും ഒക്കെ എതിരെ സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മാത്രം. അതിന് മുമ്പില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് മാത്രം. അപ്പോൾ ഈ ഒരു ആൾക്കാർക്ക് ഈ പറയുന്ന കുത്തക മുതലാളിമാരായ RCB കമ്പനിക്കെതിരെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണോ? അവരെ ഇവർക്ക് പേടിയാണോ? അവരൊരു പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് നോക്കൂ, ഏതൊരു ഗവൺമെൻറ്റിന് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്ന ആ വിഷയത്തിൽ? ഗവൺമെൻറ്റിനെ അല്ലേ വിശ്വസിക്കുന്നത്? ശരിയാണ്, ഇപ്പോൾ നമ്മുടെ ആരിഫ് ഹുസൈൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രൗഡ് കുറച്ച് ക്യാവറ്റിക്കാണ്, അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മളൊരു ATM കയറാനായിരുന്നാലും ശരി തന്നെയാണ്, ബസ്സിൽ കയറാനായാലും ട്രെയിനിൽ കയറാനായാലും ഇതെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നിന്ന് പെർമിഷൻ എടുത്ത്, പോലീസിൻ്റെ നിന്നും ബാക്കി സംവിധാനങ്ങളുടെ നിന്നും പെർമിഷൻ എടുത്ത് മാത്രം നടത്തുന്ന സാഹചര്യം ഉള്ളത്. എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിലെ ക്രൗഡിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രൗഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ് മിഷനറികൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം ഒരു വസ്തുതയിൽ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതികളിലേക്ക് നമ്മൾ കടക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, അവിടെ എന്തോ നടക്കുന്നുണ്ട്, പെട്ടെന്നൊരാഘോഷം നമ്മൾ നോക്കിയപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി, പെട്ടെന്ന് അവിടെ ഒരു ആഘോഷം കണ്ടു. ആഘോഷം കണ്ടപ്പോൾ നമ്മുടെ DK ശിവകുമാർ ഓടിപ്പോയി അതിൻ്റെ ഇടയിൽ കയറി. ഇങ്ങനെയൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവം. അപ്പോൾ ഇന്നലെ രാത്രി ബാംഗ്ലൂർ നഗരം ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ. ദീപാവലി നേരത്തെ എത്തി എന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂരിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഇൻറ്റൻസിറ്റിയിൽ ക്രൗഡ് അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ജനങ്ങൾ ആ ഒരു വിജയത്തിനെ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് എക്സ്പെക്റ്റ് ചെയ്യണമായിരുന്നല്ലോ, ഇത്രയും വലിയൊരു വിഷയം അവിടെ ഉണ്ടാകാം എന്നുള്ളത്. മാത്രമല്ല, ഒരു ഗേറ്റ് മാത്രമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ബാക്കി 1-2 ഗേറ്റുകൾ VVIPകൾക്ക് വേണ്ടി മാത്രം തോന്നുന്നു. അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ഇത്രയും വലിയ ക്രിക്കറ്റ് താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ സെക്യൂരിറ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ആ ഗേറ്റും കൂടി ബാക്കിയുള്ളവർക്ക് കൂടി തുറന്നു കൊടുത്തിട്ട് ഇനി അവരെയും കൂടി അപകടത്തിലാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കുറച്ചുകൂടി നമ്മൾ നാണം കിടന്ന സാഹചര്യം ഉണ്ട്. ഇപ്പോൾ VVIP ഗേറ്റ് അവിടെ തുറന്നു കൊടുത്തതിന് മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ പക്ഷേ ഇത് മാനേജ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന് ഒരല്പ ടൈം എടുത്തിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു. RCBയുടെ ഓണേഴ്സിനോട് നിങ്ങൾ ഇന്ന് വേണ്ട, ആ ഒരു 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിൻ്റെയും കഴുത്തിന് പിടിക്കുവാനും വേണ്ടിയിട്ടുള്ള വലിപ്പമുള്ള ആൾക്കാരൊന്നുമല്ല ഈ പറയുന്ന RCBയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരു തരത്തിലും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല.